ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് മണ്ടത്തരം അച്ഛൻ കാണിച്ചത്. ഇനി ഇതിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? അച്ഛൻ ഞങ്ങളെ കുറിച്ച് ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടാണോ അത് ഒപ്പിട്ട് കൊടുത്തത്? ഇത്രയും പ്രായവും ലോകപരിചയമുള്ള അച്ഛന് അറിയാതെ പറ്റിയ തെറ്റാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അച്ഛൻ കാരണം ഞങ്ങളിപ്പോ വഴിയാധാരമായി. ഇത്രയും കാലം എല്ലാ സൗഭാഗ്യങ്ങളുടെ നടുവിൽ ജീവിച്ചു. അച്ഛന്റെ മക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ അഭിമാനിച്ചു. അച്ഛൻ കാരണം ഇതെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. സ്നേഹ അല്ലെങ്കിലും ആ പെണ്ണുമ്പിള്ള അച്ഛനോട് അടുത്തപ്പോഴും ഞാൻ കരുതിയതാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇടവും വലവും നിന്ന് അച്ഛനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അച്ഛൻ കാരണം തന്നെയല്ലേ ഇതെല്ലാം സംഭവിച്ചേ? അതെ, അച്ഛൻ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു, അല്ലാതെ മനഃപൂർവ്വം ചെയ്തൊന്നും അല്ലല്ലോ. പിന്നെ ഈ നഷ്ടപ്പെട്ട എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കിയതാണോ? എല്ലാം അച്ഛൻ തന്നെ ഉണ്ടാക്കിയതല്ലേ? നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട സമയമല്ല ഇത്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുക ചെയ്യേണ്ടത്. സന്ദീപേ, നീ അഡ്വക്കേറ്റ് കൃഷ്ണപുത്രൻ സാറിനെ ഒന്ന് വിളിക്കുക. സാറിന് മാത്രമേ ഇപ്പൊ നമ്മളെ സഹായിക്കാൻ പറ്റൂ. അച്ഛാ, ആ ഡോക്യുമെന്റ്സിന്റെ എല്ലാം ഒറിജിനൽ അച്ഛന്റെ കയ്യിലില്ലേ? അതെല്ലാം എന്റെ സേഫിൽ തന്നെ ഉണ്ട്. അതൊക്കെ വക്കീലിനെ കാണിക്കേണ്ടി വരും. അച്ഛൻ പോയി അതൊക്കെ നിർത്തേ. നന്ദേട്ടാ, അച്ഛൻ ആകെ തകർന്നിരിക്കുക. കുറ്റപ്പെടുത്തിയത് മതി. മറ്റാരെന്ത് പറഞ്ഞാലും അച്ഛനത് വിഷയമല്ല. പക്ഷേ നമ്മൾ കുറ്റപ്പെടുത്തിയ ആ പാവം അത് താങ്ങില്ല. അച്ഛന്റെ മനസ്സിൽ കള്ളമില്ല. എല്ലാവരും നല്ലവരാണെന്ന് അച്ഛന്റെ വിചാരം. ആ നന്മയാ അവന്തിക മുതലെടുത്തത്. നമ്മളിപ്പോ അച്ഛന് ധൈര്യം കൊടുക്കാൻ വേണ്ടത്. നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇതൊന്നും അവന്തിക എവിടെയും കൊണ്ടുപോകാൻ പോകുന്നില്ല. അവരെന്തൊക്കെ ചെയ്താലും നമ്മളതിനെ തടഞ്ഞിരിക്കും.